പരിഗണിക്കാവുന്ന കേസ് ഇന്നേക്ക് മാറ്റിയതാണ്. ഇന്നും മാറ്റിവെക്കലാകുമോ അതോ അല്പസമയത്തിനകം തന്നെ ആ വിധി നിർണായകമായ വിധി ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതിനിടയ്ക്ക് അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുലിന്റെ അഭിഭാഷകൻ ഉപഹർജി നൽകിയിരിക്കുന്നത്. ശ്യാം, കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ അല്പസമയം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ ഉപഹർജിയും കോടതിയിലേക്ക് എത്തുന്നത്. ഇതിന്റെ ഒരു നിയമസാധുത എങ്ങനെയാണ്? ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുമ്പോൾ അത്തരമൊരു കാര്യം വാക്കാലാണ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ ആ വാക്കാലുള്ള ആവശ്യം അംഗീകരിക്കാൻ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് കീഴിൽ ഒരു ഹർജി അല്ലെങ്കിൽ ആവശ്യം കൂടി പ്രത്യേകമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നത്. അത് അന്തിമമായ തീരുമാനം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എടുക്കുന്നത് വരെയും അറസ്റ്റ് തടയണമെന്ന ആവശ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്നത്. അത് അത്തരമൊരു കാര്യം ഉപഹർജിയായി നൽകുമ്പോൾ അതിനെ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ എതിർക്കുകയും ചെയ്യും. അറസ്റ്റ് തടയാനാവില്ല എന്നതാണ്. കാരണം അങ്ങേയറ്റം ഗൗരവതരമായ കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് എന്ന കാര്യമാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ നിലപാടായി സ്വീകരിക്കുക. ഈ ഉപഹർജിയെ, ഈ ആവശ്യത്തെ, അറസ്റ്റ് തടയണമെന്ന ആവശ്യത്തെ പ്രോസിക്യൂഷൻ അല്പസമയത്തിനകം തന്നെ എതിർക്കുകയും ചെയ്യും. അങ്ങനെ എതിർത്താൽ സ്വാഭാവികമായും അങ്ങനെ എതിർക്കുമെന്ന കാര്യം ഉറപ്പാണ്. സ്വാഭാവികമായും അതിൽ കോടതിയാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഈ വളരെ പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ കൂടി ശ്യാം ഇപ്പോൾ പുതിയ എഫ്ഐആർ നൽകിയിരിക്കുന്നു. രണ്ടാമത്തെ കേസിലെ എഫ്ഐആർ കൂടി കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ള സുപ്രധാനമായ വിവരങ്ങളാണ് ഹരിമോഹൻ നൽകുന്നത്. ഈ 11:45 കേസ് പരിഗണിക്കുക. അല്പം കൂടി സമയമുണ്ട്. ഇപ്പോൾ 11:16 ആയിരിക്കുന്നു. 11:45 കേസ് പരിഗണിക്കാനിരിക്കുന്നു. രണ്ടാമത്തെ കേസിലെ എഫ്ഐആർ കൂടി കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ മുൻകൂർ ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള നടപടികളിലേക്ക് പ്രോസിക്യൂഷൻ കടക്കുന്നു എന്നുള്ളതാണ് ഹരിമോഹൻ വിവരങ്ങൾ. സ്മൃതി, തീർച്ചയായിട്ടും ഒരു സ്ഥിരം പ്രശ്നക്കാരൻ അല്ലെങ്കിൽ സ്ഥിരം കുറ്റകൃത്യം ചെയ്യുന്ന ഒരാളെന്നുള്ള കാര്യം കോടതിയെ ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാമത്തെ കേസ്, അതായത് ഇന്നലെ വൈകിട്ട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിന്റെ എഫ്ഐആർ ഇന്നിപ്പോൾ സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്നത്. ആ രണ്ടാമത്തെ എഫ്ഐആറിൽ അതിക്രൂരമായി തന്നെ രാഹുൽ പരാതിക്കാരിയെ, അതിജീവിതയെ ബലാത്സംഗം ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി തന്നെ അത്തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിക്കും. അതായത് സ്ഥിരം ഹാബിച്വൽ ഒഫൻഡർ എന്നുള്ള നിലയിൽ തന്നെ രാഹുലിനെ കാണണമെന്നുള്ള ആവശ്യമായിരിക്കും പ്രോസിക്യൂഷൻ ഉന്നയിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗം കൂടിയാണ് ഈ എഫ്ഐആർ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ആ എഫ്ഐആറിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്, മാത്രമല്ല കൂടുതൽ ആളുകൾ പരാതിയുമായി വരേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളടക്കം കോടതിയെ ധരിപ്പിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുൻകൂർ ജാമ്യം തടയുന്നതിന് വേണ്ട കൃത്യമായ തെളിവുകൾക്ക് പുറമെ കൂടുതൽ കേസുകൾ രാഹുലിനെതിരെയുണ്ട്, കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നു പ്രോസിക്യൂഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ രാഹുലിന് അത് കൂടുതൽ കുരുക്കാവുകയും മുൻകൂർ ജാമ്യ അപേക്ഷയിൽ വലിയ തിരിച്ചടി നേരിടുകയും ചെയ്യുമെന്നൊക്കെ ഉള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. കാരണം രണ്ടാമത്തെ എഫ്ഐആർ കൂടി വന്നതോടുകൂടി രാഹുലിന്റെ കുരുക്ക് മുറുകി കഴിഞ്ഞു. ആദ്യത്തെ എഫ്ഐആറിൽ വാദം നടന്നുകൊണ്ടിരിക്കുക, അതായത് വിധി പോലും വരുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ്. കൂടുതൽ പരാതികൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഹരിമോഹൻ, ഇപ്പോൾ 11:45 എന്നാക്കിയത് പുതിയ എഫ്ഐആർ കൂടി പരിഗണിക്കാൻ വേണ്ടി ആയിരിക്കുമോ? തീർച്ചയായിട്ടും സ്മൃതി, അവസാന കേസായിട്ട്, അതായത് മറ്റ് കേസുകൾ എടുത്ത ശേഷം അവസാന കേസായിട്ട് പരിഗണിക്കുക എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് 11:45 എന്നുള്ള സമയം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏഴാമത്തെ കേസായിട്ടായിരുന്നു ലിസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതിനുശേഷമാണ് 11:45 പരിഗണിക്കും എന്നുള്ളത് കോടതി അറിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ തുടർവാദമായിരിക്കും ആദ്യം ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് കോടതിയിൽ അടച്ചിട്ട മുറിയിൽ ഉണ്ടാവുക. ഇന്നലെ തന്നെ അടച്ചിട്ട മുറിയിലാണ് വാദം കേട്ടിരുന്നത്. ഇന്നതിന്റെ തുടർച്ചയായി തന്നെ അടച്ചിട്ട മുറിയിൽ തുടർവാദം നടക്കുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ കൂടുതലായി പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്ന ആ തെളിവുകൾ കോടതി പരിശോധിക്കും. സ്ഥിരം കുറ്റവാളി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ അറിയിക്കുന്നത്. രണ്ടാമത്തെ കേസിലെ എഫ്ഐആർ കൂടി കോടതിയിൽ എത്തിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം തടയാനുള്ള പഴുതടച്ച നടപടികളിലേക്ക് പ്രോസിക്യൂഷൻ കടക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഉപഹർജിയും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ നൽകിയിരിക്കുന്നു. അത്യന്തം നിർണായകമായ സമയത്തിലേക്കാണ് എത്തുന്നത്. 11:45 കോടതി കേസ് പരിഗണിക്കുക.